കരകൃഷിയുടെ സമൃദ്ധി കൊണ്ട് ഖ്യാതി നേടിയ പ്രദേശമാണ് ഓണാട്ടുകര. പുരയിട വിളകളായ ചേന, ചേമ്പ്, കാച്ചിൽ, മരച്ചീനി എന്നിവയോടൊപ്പം പച്ചക്കറി കൃഷിക്കും മതിയായ പ്രാധാന്യം പ്രദേശവാസികൾ നൽകി വരുന്നുണ്ട്. ഓണാട്ടുകരയുടെ തലസ്ഥാനമായി അംഗീകരിക്കപ്പെട്ട ചെറുപട്ടണമാണ് മാവേലിക്കര. ബുദ്ധമതത്തിന്റെ തിരുശേഷിപ്പുകളിൽ ബുദ്ധവിഹാര മാതൃകയിലുള്ള മണ്ഡപവും ധ്യാനനിമഗ്നനായ ശ്രീബുദ്ധന്റെ വിഗ്രഹവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രനടയിൽ നിലകൊള്ളുന്നു. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്ന രാജാ രവിവർമ്മയുടെ ചിരസ്മാരകമായ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ആർട്സിന്റെ ആസ്ഥാനവും മാവേലിക്കരയിലുണ്ട്. രണ്ട് നെല്ലും ഒരെള്ളും എന്ന ഓടനാട് ദേശത്തിന്റെ പ്രധാന വിളകളിലൂടെ ഉപജീവനം നടത്തിവന്ന കർഷക ജനതയാണ് ഇവിടെ അധിവസിക്കുന്നത്. ഇരിപ്പൂ കൃഷി ലോപിച്ചു തുടങ്ങിയപ്പോൾ ബഹുമുഖ കാർഷിക പ്രേരണകൾക്ക് രൂപം നൽകിയ പാരമ്പര്യ കർഷകർ ഒത്തുചേർന്നു. തുടർന്ന് കർഷക സംഗമങ്ങൾ വിപുലമായ കാർഷിക മേളകളായി വികാസം പ്രാപിച്ചു. 28 വർഷങ്ങൾക്ക് മുമ്പ് ജന്മം കൊണ്ട മാവേലിക്കര സൊസൈറ്റി ഓഫ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന കർഷക കൂട്ടായ്മ സമഗ്ര കാർഷിക പ്രദർശനത്തിന് തന്നെ തുടക്കം കുറിച്ചു. ഇടവിള ഉൽപ്പന്നങ്ങൾക്കൊപ്പം തന്നെ പുഷ്പസഞ്ചയങ്ങളുടെ സമാഹരണവും നടത്തി. ആകർഷകമായി പൂച്ചെടികളും പൂവട്ടകകളും പ്രദർശന മാതൃകയിൽ സമൃദ്ധമായി ക്രമീകരിച്ചു. കോവിഡ്-19 മഹാമാരി നാട്ടിൽ വ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു മാവേലിക്കര കാർഷികോത്സവവും പുഷ്പമേളയും ഇക്കുറി സംഘടിപ്പിച്ചത്. കോടിക്കൽ ഗാർഡൻസിൽ അരങ്ങേറിയ മാവേലിക്കര മേള നവീന അലങ്കാര പുഷ്പങ്ങളുടെ മനോഹാരിത കൊണ്ട് ഏറെ വശ്യത കൈവരിച്ചു. നാട്ടുപൂക്കൾക്കൊപ്പം അലങ്കാര പുഷ്പങ്ങളെയും പരദേശി പൂച്ചെടികളെയും പരിചയപ്പെടുത്തിയത് ഉദ്യാന കൃഷി നാട്ടിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്ന് പുഷ്പോത്സവ സംഘാടക സമിതി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് എം മാത്തുണ്ണി അഭിപ്രായപ്പെട്ടു. മാവേലിക്കരയുടെ പ്രധാനപ്പെട്ട മാമാങ്കങ്ങളിലൊന്നാണ് ഈ പുഷ്പോത്സവം. ഈ പുഷ്പമേള 28 വർഷം പിന്നിടുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പുഷ്പമേള കാണുവാൻ, അതിൻ്റെ പ്രദർശനം കാണുവാൻ, അതിൻ്റെ സൗന്ദര്യം നുകരുവാൻ ഈ പ്രദേശത്തേക്ക് ഓടിയെത്തുന്നത്. ഇടവിള കൃഷിയെയും മറ്റ് കൃഷികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രദേശത്ത് പണ്ട് കണ്ടുകൊണ്ടിരുന്ന ചെടി ഇനങ്ങൾ ചെമ്പരത്തി പോലുള്ള മുല്ല പോലുള്ള ചെടി ഇനങ്ങൾ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആന്തൂറിയം പോലെയും ഓർക്കിഡ് പോലെയുള്ള പുഷ്പങ്ങളുടെ പ്രദർശനം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി സംഘാടകരായ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അയൽ ജില്ലകളിൽ നടക്കുന്ന വിപുലമായ പുഷ്പമേളകൾ സന്ദർശിച്ചതിൽ നിന്ന് ലഭിച്ച ആവേശമാണ് മാവേലിക്കരയിലെ വൈദികനായ റവറൻ ഫാദർ BM മത്തായി വിളനിലത്തിന് കാർഷികമേള തുടങ്ങുവാൻ പ്രേരണയായത്. ഉത്സവങ്ങളുടെ ദേശമായ ഓണാട്ടുകരയിൽ 27 വർഷങ്ങളുടെ പുഷ്പോത്സവ അനുഭവങ്ങളുമായി ഇന്നും മേളയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് നവതിയുടെ നിറവിലും ഉത്സാഹിയായ ഫാദർ മത്തായി വിളനിലം തന്നെ. കാണികൾക്ക് സ്വാഗതമോദിയത് പ്രധാന കവാടത്തിൽ അലങ്കാര പുഷ്പങ്ങളുടെ സമൃദ്ധിയിൽ ഒരു ഉദ്യാനം തന്നെ രൂപം നൽകിയാണ്. താൽക്കാലിക ജലധാരയും വൈദ്യുത അലങ്കാരവും ക്രമീകരണങ്ങൾക്ക് ചാരുത വർദ്ധിപ്പിച്ചു. കൊച്ചുകുട്ടികളെ ഏറെ ആകർഷിച്ചതും ഈ ഹൈടെക് ഉദ്യാന സങ്കേതമായിരുന്നു. കേവലം 52 അംഗങ്ങളുടെ പ്രാതിനിധ്യത്തോടെ ആരംഭം കുറിച്ച കാർഷികമേള ഇന്ന് 150-ൽ പരം കർഷകരുടെ സജീവ കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞു.
മെട്രോ നഗരങ്ങളിൽ വിപുലമായി നടക്കുന്ന പുഷ്പോത്സവങ്ങൾ കണ്ട ആഗ്രഹങ്ങളാണ് കരകൃഷിയുടെ നാട്ടിൽ ഒരു പൂക്കൃഷി കൂടി പ്രേരണയായത് എന്ന് സൊസൈറ്റി പ്രസിഡന്റ് റോണി ടി ഡാനിയേൽ അഭിമാനം കൊണ്ടു. കോട്ടയത്ത് പുഷ്പമേള കഴിഞ്ഞാൽ തെക്കോട്ട് ഒരു പ്രദേശത്തും അന്ന് ഇങ്ങനെ ഒരു സംരംഭം ഇല്ലായിരുന്നു. മാവേലിക്കരയും പരിസരത്ത് ജനങ്ങളെ കൂടുതൽ പുഷ്പമേളയിലേക്കും പുഷ്പകൃഷിയിലേക്കും കാർഷിക വിളവിലേക്കൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. മിസസ് കെ എം മാത്യു, അന്നത്തെ മനോരമയിലെ വനിതാ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീമതി കെ എം മാത്യു അവറുകളാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ആദരണീയനായ തിരുവാങ്കൂർ മാർത്താണ്ഡവർമ്മ അവറുകളും അതുപോലെ പല ഉന്നത വ്യക്തികളും ഈ പുഷ്പമേളയെ വന്ന് അനുഗ്രഹിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. മറക്കുട ചൂടിയ സുന്ദരിമാരെ പോലെ മഞ്ഞ ക്രിസാന്ത്യവും കടുത്ത പെങ്ക് ക്രിസാന്ത്യവും പകുത്തെടുത്ത പൂത്തട്ട്, പച്ചയിൽ മഞ്ഞ കിന്നരി പേറുന്ന സോങ് ഓഫ് ഇന്ത്യ ഇലച്ചാർത്തോടെ ആകർഷകമായിരുന്നു. വിലയേറിയ താജ് ബോർണിയർ റോസ് കാമിലി ഇലയുടെ ചേരുവയിൽ ചേതോഹരിയായി കണ്ടു. ഹൈബ്രിഡ് ക്രിസാന്ത്യങ്ങൾ വൈവിധ്യമാർന്ന വർണ്ണങ്ങളിൽ ഇലയലങ്കാരങ്ങളുടെ അകമ്പടിയോടെ ഇടയ്ക്കിടെ നിരതീർത്തത് ആനന്ദം പകർന്നു. വെള്ളയും സുവർണ നിറത്തിലുമുള്ള പരദേശിപ്പൂക്കൾ ഓറഞ്ചും വെള്ളയും ഇടകലർന്ന് ലില്ലിപ്പൂക്കളുടെ ഇടയിൽ മികച്ച ചേരുവ തീർത്തു. കാമിലി ഇല കിന്നരി തീർത്ത താലമൊരുക്കിയപ്പോൾ സുവർണ മെഴുകുതിരിക്കാലുകൾ വേറിട്ട കൗതുക കാഴ്ചയായി. ജൂമീല പനിനീർപ്പൂക്കൾക്ക് ഇരിപ്പിടമൊരുക്കിയത് അലങ്കാര പനവർഗത്തിൽപ്പെട്ട അരിക്കാപ്പാമിന്റെ ഇലകളാണ്. താജ്മഹൽ റോസാ പുഷ്പങ്ങളും മുന്തിയ ഇനം ക്രിസാന്തിപ്പൂക്കളും ചേർന്ന കൂട്ടുകെട്ട് നിരവധി വർണ്ണസങ്കലനങ്ങൾക്ക് ഇടയാക്കി. പച്ചയും സുവർണവും പേറുന്ന ക്രിസാന്തിപ്പൂക്കൾ കൊണ്ട് ഒരുക്കിയ വർണ്ണപ്പൂന്തോണി വേറിട്ട മാനമാണ് നൽകിയത്. തടി ഫ്രെയിമിൽ അടുക്കുകളായി നിലകൊണ്ട് ജൂമീല റോസ്, വെള്ള ലില്ലിപ്പൂക്കൾ, പച്ച ക്രിസാന്ത്യം, പിങ്ക് കാർണേഷൻ പൂക്കൾ എന്നിവ ചേർന്നൊരുക്കിയ പുഷ്പച്ചാർത്ത് പ്രദർശന ചാരുതയ്ക്ക് മാറ്റുകൂട്ടി. മഞ്ഞയും ഇളം പിങ്ക് നിറമുള്ള പനിനീർ പൂക്കളും ഓറഞ്ച് ലില്ലിയും സാൻഡിയയും സോങ് ഓഫ് ജമൈക്കയും പകരുന്ന ഇലച്ചേർച്ചയും സംഗമിച്ചപ്പോൾ മേശപ്പുറത്ത് ഒരു ഭീമൻ ബഹുവർണ പുഷ്പതാലം ഒരുങ്ങി. പ്രായഭേദമന്യേ പൂക്കൂടാരങ്ങൾക്ക് മുമ്പിൽ കാണികൾ തമ്പടിക്കുന്നത് പുഷ്പങ്ങൾ ഓരോ മനസ്സിനെയും വളർത്തിയെടുത്ത ഇമ്പത്തിന് നിദാനമായിരുന്നു. പ്രഥമ ശ്രേണിയിൽപ്പെടുന്ന പുഷ്പോത്സവങ്ങളിൽ വെറ്റ് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റുകൾക്കൊപ്പം തന്നെ പ്രാധാന്യം നൽകപ്പെടുന്ന വിഭാഗമാണ് വെജിറ്റബിൾ കാർവിംഗ് ശില്പങ്ങൾ. അനുദിനം പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രാദേശിക വിളകൾ മികച്ച ഭാവനയും കലാചാതുര്യവും ഉപയോഗപ്പെടുത്തി രൂപഭേദം വരുത്തുന്ന വിദ്യ മാവേലിക്കര പുഷ്പോത്സവത്തിലെ അത്യാകർഷക ഇനമായി മാറി. തൊട്ടടുത്ത് വഴുവാടി സ്വദേശി യുവസംരംഭകൻ രാജുവും കൂട്ടുകാരും കാട്ടിയ മനോധർമ്മത്തിൽ വെള്ളരിക്കയും സുന്ദരി മത്തങ്ങയും വഴുതനങ്ങയും കുക്കുംബറും സംഗമിച്ചപ്പോൾ കുറുമ്പന്മാരായ ടെഡി ബിയറുകൾ സ്വാഗതമോതാൻ തയ്യാറായി. ചേന അരിഞ്ഞ് ഇതളുകളാക്കി പൊതിഞ്ഞ വേഴാമ്പൽ കാണികളുടെ കൗതുകം വർദ്ധിപ്പിച്ചു. ചുരയ്ക്ക ദളങ്ങളായി കോറിയപ്പോൾ രൂപം കൊണ്ട തത്തമ്മ, മത്തങ്ങയിൽ ജന്മമെടുത്ത മത്സ്യം, ചേന വൃത്തത്തിൽ ചെത്തിയെടുത്ത് ക്രമബദ്ധമായി പതിച്ചപ്പോൾ ജന്മം കൊണ്ടത് കലമാൻ തുടങ്ങി ഒട്ടുമിക്ക കൗതുക ശില്പങ്ങളും കാണികളെ പിടിച്ചു നിർത്താൻ പോന്നവയായിരുന്നു. കുട്ടികളെയും സ്ത്രീകളെയും സജീവമായി പങ്കാളികളാക്കുന്നതിൽ ഏറെ ശ്രദ്ധ കാട്ടുന്നുണ്ടെന്ന് വനിതാ വിഭാഗം ജോയിന്റ് കൺവീനർ മേരി ഫിലിപ്പ് കുലത്തോയ്ക്കൽ അറിയിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള വെജിറ്റബിൾ കാർവിങ്ങിനോട് ഒരു ഭയങ്കര താല്പര്യം ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മത്തങ്ങ കൊണ്ട് ഒരു മീനിനെ ഉണ്ടാക്കിയിരിക്കുന്നു, ക്യാരറ്റ് കൊണ്ട് ഒരു മാനിനെ ഉണ്ടാക്കിയിരിക്കുന്നു, ചേന ഉപയോഗിച്ച് ഒരു വേഴാമ്പലിനെ ഉണ്ടാക്കിയിരിക്കുന്നു, വെള്ളരിക്ക ഉപയോഗിച്ച് ഒരു മുയലിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം
ഓരോരുത്തരുടെ മിടുക്ക് കൊണ്ടുള്ളാക്കി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ സ്ത്രീകളും വീട്ടിലും പച്ചക്കറി അരിയുമ്പോൾ വേസ്റ്റ് വരുന്ന പച്ചക്കറി കൊണ്ട് പോലും എന്തെങ്കിലും ഒരു ചെറിയ രൂപം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വനിതകൾക്കും കുട്ടികൾക്കുമായി പല മത്സരങ്ങൾ നടത്താറുണ്ട്. വനിതകൾക്കാണെങ്കിൽ തേങ്ങാ തിരുമ്മൽ മത്സരം, ചപ്പാത്തി അരത്തൽ മത്സരം, ഏത്തക്ക അരിത്തൽ മത്സരം മുതലായവ നടത്തി അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. മുടക്കമില്ലാതെ പുഷ്പമേള കാണാൻ ഇടയായതോടെ ബഹുവിധ പൂച്ചെടികൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹം ദേശവാസികളിൽ വളർന്നിട്ടുണ്ട്. സമൃദ്ധമായി പൂച്ചെടികൾ സമാഹരിക്കുന്നതിനും ആവശ്യാനുസരണം വിൽപ്പന നടത്തുന്നതിനും മേളയിൽ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പുഷ്പങ്ങളിൽ നിന്നും മധുനുകരുന്ന പൂത്തുമ്പികളെപ്പോലെ നിറവും മണവും ആസ്വദിക്കുന്ന കുട്ടികളെ പൂച്ചെടികളുടെ ഇടയിൽ എപ്പോഴും കാണാൻ കഴിഞ്ഞു. ഒരു ഇടവേളയുമില്ലാതെ എല്ലാ വർഷവും പ്രദർശനം നടത്തുന്നതിന് സംഘാടക സമിതി ജാഗ്രത കാട്ടുന്നുണ്ട്. ആരാധനാലയങ്ങളിലേക്ക് ഏറെ പൂക്കൾ എത്തിക്കുന്ന ദേശം കൂടിയാണ് മാവേലിക്കര. സ്വയം കൃഷി ചെയ്ത് പൂക്കൾ ശേഖരിക്കുന്നതിനുള്ള പ്രേരണ ജനങ്ങളിൽ വളർത്തിയെടുക്കുന്നതിൽ സൊസൈറ്റി അഭിമാനം കൊള്ളുകയാണെന്ന് ടെക്നിക്കൽ അഡ്വൈസർ തോമസ് ജോൺ തേവരത്ത് പ്രതികരിച്ചു. നമ്മുടെ ഇവിടെയെല്ലാം ഉള്ള ആരാധനാലയങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ആരാധനാലയങ്ങളിൽ ഈ പുഷ്പങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈശ്വര സാന്നിധ്യം ലഭിച്ച ഒരു പരിപാടിയാണ് ഇത്. ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റേ മോസ്കിലും എന്ന് വേണ്ട എല്ലായിടത്തും ഈ പുഷ്പങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഒരു നല്ല അവബോധം നമ്മുടെ കർഷകർക്കും ഇവിടുത്തെ നിവാസികൾക്കും ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഈ സൊസൈറ്റിയുടെ ഒരു വലിയ മേന്മയാണ്. പനിനീർ പുഷ്പങ്ങളും അതുപോലെ തന്നെ ഓർക്കിഡ്, ആന്തൂറിയം ഇതുപോലുള്ള പുഷ്പഫല സസ്യങ്ങൾ ഞങ്ങളിവിടെ ഏർപ്പാട് ചെയ്തു. ഇതുകൂടാതെ ഫലസസ്യങ്ങൾ, നല്ല ഫലങ്ങളുണ്ടാകുന്ന സസ്യങ്ങൾ ഞങ്ങൾ വിതരണം നടത്തി. അതുപോലെ തന്നെ പരിശീലനങ്ങൾ, കാർഷികപരമായിട്ടുള്ള നല്ല പരിശീലനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കർഷകരെ പ്രബുദ്ധരാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണ നാട്ടുപുഷ്പങ്ങളായ ചെമ്പരത്തിയും ചെത്തിയും നന്ദ്യാർ വട്ടവും മാത്രം പരിചയിച്ചിരുന്ന നാട്ടുകാരിൽ നവീന പുഷ്പങ്ങളെ ഇഷ്ടപ്പെടാനും ബെഡ് ചെടികൾ ധാരാളമായി സ്വന്തമാക്കുവാനും ഹോർട്ടികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഏറെ സഹായങ്ങൾ നൽകി. ഇടവിള കൃഷികളായ ചേനയും ചേമ്പും കാച്ചിലും പരിപാലിക്കുന്നതിനൊപ്പം ഉദ്യാന കൃഷിയിലെ താരങ്ങളായ ഓർക്കിഡുകളും ആന്തൂറിയവും ഡാലിയയും സീനിയയും ഒക്കെ വീട്ടുമുറ്റത്തെത്തിക്കാൻ പ്രദേശത്ത് താൽപ്പര്യമേറിയിട്ടുണ്ട്. കാർഷികോത്സവവും പുഷ്പമേളയും ലക്ഷ്യമിടുന്ന രീതിയിലേക്ക് കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും സജീവത കൈവരിക്കുന്നതിൽ സൊസൈറ്റി വഹിക്കുന്ന പങ്കിൽ അഭിമാനം കൊള്ളുകയാണ് ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് KG സുരേഷ് കുമാർ. കഴിഞ്ഞ 26 വർഷക്കാലം മാവേലിക്കരയിൽ സജീവമായി പൊതുജന പങ്കാളിത്തത്തോടുകൂടി നടത്തിവരുന്ന ഈ പുഷ്പമേള തുടർന്നു വരുന്ന കാലങ്ങളിലും വളരെ ഭംഗിയോടുകൂടി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 26 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ മാവേലിക്കര എന്ന് പറയുന്ന പ്രദേശം ഓണാട്ടുകരയുടെ തലസ്ഥാന നഗരിയാണ്. തൃശ്ശൂരിനുള്ള പ്രാധാന്യം പോലെ തന്നെ മാവേലിക്കരയും സാംസ്കാരിക നഗരി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് വീടുകളിൽ നമുക്ക് പച്ചക്കറികളോടൊപ്പം ചേനയും ഇടവിള കൃഷികളായ കാച്ചിൽ, ചേമ്പ് തുടങ്ങിയ കൃഷികളിൽ മാത്രം വ്യാപൃതരായിരുന്ന കർഷകരും സുഹൃത്തുക്കളും ആ കാലയളവിൽ ചെമ്പരത്തിയും തെറ്റിയും തുളസിയുമൊക്കെയാണ് വീടുകളിൽ പൂക്കളായി കരുതിയിരുന്നതെങ്കിൽ അവയുടെയൊക്കെ സ്ഥാനത്ത് തന്നെ നമ്പ്യാർവട്ടത്തിൻ്റെ സ്ഥാനത്ത് പനിനീർ പൂവുകളും മറ്റ് പുഷ്പങ്ങളുടെ സ്ഥാനത്ത് അവയോടൊപ്പം തന്നെ ഇന്ന് ആന്തൂറിയവും അതുപോലെ തന്നെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത നവീനങ്ങളായ പൂക്കളും ചെടികളും വളർത്തുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യം അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിക്കുണ്ട്. തനതു വിളകൾക്കൊപ്പം ഉദ്യാന കൃഷിയിലും അടയാളപ്പെടുകയാണ് ഓണാട്ടുകരയുടെ
ഹൃദയഭൂമികയായ മാവേലിക്കര. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm. കൃഷിദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 047127318770. ഇമെയിൽ ddkrishitvm@gmail.com.